ഇപ്പൊ മൂവീസ് ഉണ്ട്, മൂവീസ് ഓൺലൈനിൽ കിട്ടും, പോയി കാണണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. ഫ്രീ ആയിട്ട് മറ്റേ ടെലിഗ്രാമിൽ വരുന്ന സൈസ് അല്ല, നല്ല സാധനം എന്ന് പറഞ്ഞാൽ പെയ്ഡ് ആണ്. മനസ്സിലായി? അത് ഇറ്റ്സ് $1 ബില്യൺ ഇൻഡസ്ട്രി. അതേപോലെ ഇത്തരത്തിലൊരു സാധനം ചെയ്തിട്ട് ഇവര് റവന്യൂ ഉണ്ടാക്കിയാണ്. മനസ്സിലായി? ദാറ്റ്സ് മിയർലി ഫോർ റവന്യൂ. അപ്പം നല്ല സിനിമയുണ്ട്, സിനിമയുണ്ട്, രണ്ടിന്റെയും പേര് സിനിമ എന്നാണ്, മൂവി എന്നുള്ളത്. അതേപോലത്തെ ഒരു സാധനം ഇൻഡസ്ട്രിയാണ് ഈ റിവ്യൂ, സിനിമ വിമർശനം എന്നൊക്കെ, നിരൂപണം എന്നൊക്കെ പറയുന്നത്. ഈ നിരൂപിക്കുന്ന ഒന്നും സിനിമയുടെ നന്നാലിന് വേണ്ടിയല്ല. മനസ്സിലായേ? പക്ഷെ നല്ലതിന് വേണ്ടിയും റിവ്യൂസ്. എന്തിന് ഏതെങ്കിലും ഒരു സംവിധായകൻ നിരൂപണം കേട്ട് നന്നായിട്ടുണ്ടോ? ഏത് സംവിധായകൻ, ഏത് നടൻ നന്നായിട്ടുണ്ട്? ഏത് സംവിധായകൻ ഓഡിയൻസ് സിനിമ കാണണോ വേണ്ടെന്ന് റിവ്യൂ എത്ര പെർസെന്റ് ഓഫ് ആളുകളാണ് ഈ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോണം? ഒരു വളരെ കുറച്ച് പെർസെന്റേജ് ആണ് റിവ്യൂ കണ്ടിട്ട് ഇവര് കാണണോ വേണ്ടോന്ന് വരെ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഈ റിവ്യൂ ചെയ്യുന്നവരുടെ വ്യൂവർഷിപ്പ് എത്രയാണ്? ചിലർക്ക് കൂടുതൽ 1 ലക്ഷം 2 ലക്ഷം. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 4 കോടി 5 കോടി 3 കോടി. പുതിയ പ്രകാരം 4 കോടിക്ക് മുകളിലുണ്ട്. ഇല്ല, 4 കോടിക്ക് മുകളിലല്ലേ? 4.5 എന്തോ 3.5 ആണ്. അറൌണ്ട് 4 കൂട്ടാം. കണക്കിപ്പെടാത്ത പറയണേ, ഞാനൊന്നും കണക്കിപ്പെട്ടതല്ല. അപ്പൊ എല്ലാം കൂടെ ഒരു പിന്നെ ആറ്റിയും കുറിക്ക് ഒരു 4 കോടി കൂട്ട്. ഈ 4 കോടിയിൽ 1 ലക്ഷം ആളുകൾ ഇത് കാണുന്നു. ഈ 1 ലക്ഷം കാണാതെ പോയ ഏത് സിനിമ പരാജയപ്പെടാൻ? സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ വന്ന് കണ്ടോളും. അത് റിവ്യൂ ചെയ്താലും ശരി, റിവ്യൂ ചെയ്താലും. പിന്നെ റിവ്യൂ ചെയ്താലുള്ളതെന്ന് പറഞ്ഞാൽ അവന് വരുമാനം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആക്ട്രസ്മാരുണ്ട്, ആക്ടേഴ്സും ഉണ്ട്. അവര് പിന്നെ ആക്ടേഴ്സും ഉണ്ട്. നല്ലതിൽ അഭിനയിക്കാം, ചീത്തയിൽ അഭിനയിക്കാം, റിവ്യൂ ചെയ്യാം. ഇതെല്ലാം ഒറ്റ സാധനമാണ്, ഇതെല്ലാം ആക്റ്റാണ്. അല്ലാതെ ഇത് നന്നാൻ വേണ്ടിയൊന്നുമല്ല. ആര് നന്നാൻ വേണ്ടി? ഏത് റിവ്യൂ ഉണ്ട്, ഏത് സംവിധാനം നന്നായി? ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഏതെങ്കിലും ടെക്നിക്കൽ സാധനം നമുക്ക് അഡ്വൈസ് ചെയ്ത് തരുന്നുണ്ട് ആസ് ആൻ ആക്ടർ? ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ പറയണോ, പിന്നെ സാവൻ മറ്റേ കുരങ്ങനെ കണക്കാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് കേട്ട് ഞാൻ ചിലപ്പോൾ ശരി, ഞാൻ കുരങ്ങനെ കണക്കായിരിക്കും അഭിനയിച്ചത്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഓക്കെ, യു ചേഞ്ച് ലൈക്ക് ദിസ്, നിങ്ങൾ ഇങ്ങനെ മാറൂ എന്ന് ഈ റിവ്യൂർ ആരും പറഞ്ഞു തരുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ റിവ്യൂ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പൊ സിനിമയിൽ ഒരു അഭിനയം മോശമായി കഴിഞ്ഞാല് അത് നന്നാക്കുന്നതിനെ പറ്റി എങ്ങനെയാ അത് അറിയാറുള്ളത്? ഇപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞാരോ അതോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നാവണം എന്നില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും സിനിമയിലെ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാല് എങ്ങനെയാ നിങ്ങൾ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞാൻ കൂലിക്ക് അഭിനയിക്കുന്ന ഒരുത്തനാണ്. എന്നെ വിളിച്ചൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ അത് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഞാൻ ചെയ്ത സാധനം ചെയ്യാൻ വേണ്ടി പിന്നെ ഒരാൾ വിളിക്കില്ലല്ലോ. അല്ല, അടുത്തത് ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ. അതെങ്ങനെ ബെറ്റർ ആക്കും? ഇപ്പൊ ഞാൻ കഴിഞ്ഞതിനകത്ത് പിന്നെ കശാപ്പുകാരനായിരുന്നു, ഇപ്രാവശ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് വിളിച്ചേക്കാണ്. ഞാൻ അതിൽ നിന്ന് ഇതെങ്ങനെ നന്നാക്കും? എങ്ങനെ നന്നാക്കും പറഞ്ഞേ? അഭിനയത്തില് കുറച്ച് മാറ്റം. കശാപ്പുകാരനിൽ നിന്ന് കുറച്ചുകൂടെ ഇതായിട്ട് നല്ല കണക്ക് ഇറച്ചി കിട്ടണം ഗവൺമെന്റ് ഓഫീസിൽ. പക്ഷെ അത് അങ്ങനെ മാത്രല്ല, അത് ജഡ്ജ്മെന്റ് തമാശയായിട്ട് ചോദിക്കുന്നെങ്കിലും ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്? ഇതെങ്ങനെ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും? കഴിഞ്ഞതിനകത്തൊരു സൈക്കോപാത്ത് കില്ലറായിട്ടായിരുന്നു. അടുത്ത സിനിമയിൽ വിളിക്കുന്നത് 3 പെൺകുഞ്ഞുങ്ങളുടെ ഒരു അച്ഛനായിട്ടാണ്, ഒരു ഗൃഹനാഥനായിട്ടാണ്. ഞാൻ അതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് നന്നാവും? മനോജേട്ടൻ എന്താ പറഞ്ഞു? ഞാൻ പെട്ടു.